എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഫ്ലവേഴ്സ് കോമഡി ഈദ് ഐറ്റം വേറയിലേക്ക് സ്വാഗതം. പൊട്ടിച്ചിരി വേണോ? വേണം. ഗംഭീര ചിരികൾ വേണോ? അല്ല, നമ്മുടെ ഇവിടെ വരുന്നവരെല്ലാരും നമുക്ക് പൊട്ടിച്ചിരി തരുന്നവരാ. പൊട്ടിച്ചിരികൾ തന്നെയാണ്. എങ്കിലും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുന്ന ടീമുകളിൽ ഒരു ടീമാണ് അടുത്ത് വരാൻ പോകുന്നത്. അങ്ങനെയാണ് ഞാൻ പറയട്ടെ. പറ. പോൾസൺ, ഭാസി ആൻഡ് സൂര്യ. അയ്യോ, എന്റെ അമ്മേ, എന്റെ നാടു. ഓ, നിങ്ങളിത് കേക്കണം. കല്യാണം കഴിഞ്ഞ് വന്ന് അന്ന് തുടങ്ങിയ വീഴ്ച. ഇങ്ങനെ ഓരോ ട്രെയിൻ പോകുമ്പോഴും വീണ് ഇനി ഓടിയാൻ ഒരൊറ്റല്ലേ ബാക്കിയില്ല എന്റെ മെത്തു. ആ കണ്ടാ പല്ല കൂസലുണ്ടോക്കെ പിണ്ടാ എനിക്കങ്ങോട്ട് പണിക്ക് വേണ്ട. മണി 7:30 7:30. രാവിലെ 5:30 വീണ്ട, ഞാൻ 7:30 വീണത്. അപ്പം ജയന്തി ജനത ഇന്നും താമസിച്ചു. അതാണോ നിങ്ങളുടെ പ്രശ്നം? ക്ഷമയുടെ നെല്ലിപ്പല കണ്ട് നിൽക്കാ. ഞാൻ അവസാനമായിട്ട് ഞാൻ ചോദിക്കാം, നിങ്ങൾ ഇവിടുത്തെ താമസം മാറുന്നുണ്ടോ ഇല്ല? എന്റെ പൊന്നു രമ്യ, അങ്ങനെ ചാടിക്കേറി വീട് മാറാൻ പറ്റുമോ? അതെന്താ? ഇനി പാരമ്പര്യമായിട്ട് കൈമാറി കിട്ടിയ തറവാടാണ് ഇത്. പിന്നെ പാരമ്പര്യമായിട്ട് എന്ന് വെച്ചാൽ വരിക്കാശ്ശേരി മനയാണല്ലോ. എന്തായാലും ഇപ്പൊ നിനക്കൊരു പുച്ഛം. എങ്ങനെ പുച്ഛിക്കാണ്ടിരിക്കും? കല്യാണം കഴിഞ്ഞിട്ടേ നിങ്ങളെല്ലാം വീട്ടിൽ നിന്ന് വിളിച്ചോണ്ട് വരുമ്പോ നിങ്ങൾ എന്തോന്ന് എന്നോട് പറഞ്ഞത്? നിങ്ങൾ സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലാണെന്ന് പറഞ്ഞോ? ഈ മകളിൽ കൂടെ പോണ എന്റെ അടി. അത് ഇന്ത്യൻ റെയിൽവേ. ഇന്ത്യൻ റെയിൽവേ സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലല്ലേ? എനിക്കിത് വേണം. ഇന്ത്യൻ റെയിൽവേ അത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കണ്ട. അതല്ലെന്ന്, എനിക്ക് ഈ അവസ്ഥ വേണമെന്ന്. എന്തോരം ചക്കന്മാർ എന്റെ പുറകെ വന്നതാ. അവസാനം നിങ്ങൾ എന്നെ വളച്ചെടുത്തോണ്ട് വന്നതല്ലേ? നിങ്ങൾ കേൾക്കണം. ഒരു ദിവസം ഞാൻ ബൈക്കിൽ പോവുക, ഇവളുടെ വീടിന്റെ അവിടെ ചെന്നപ്പോ തന്നെ റോഡ് ബ്ലോക്ക്. ഇവളാ മുറ്റത്തേക്ക് ഞാൻ ചോദിച്ചു, ഒന്ന് വളച്ചോട്ടെ. തൊട്ടടുത്ത ഷോട്ട് എന്റെ ബൈക്കിന്റെ പുറകെ ഭാഗം തൂക്കി ഇരിക്കുക. അങ്ങനെ വന്നവളാ, ഞാൻ അവളെ വളച്ചു. എന്തോ അതെ, നിങ്ങളോ നശിച്ചു. നിങ്ങൾ കാരണം നമ്മുടെ മക്കളുടെ ഭാവിയെങ്കിലും നശിക്കാണ്ടിരിക്കും. മക്കൾക്ക് എന്നാ പറ്റി? മക്കൾക്ക് പ്രത്യേകിച്ചൊന്നും പറ്റിയൊന്നുമില്ല. ഇന്നലെ സ്കൂളിൽ നിന്ന് ടീച്ചർ വിളിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ഇളയ സന്താനല്ലേ, അവന് വന്ന് കോട്ടൺ തുണിയിൽ ഓരോ ശ്രദ്ധയില്ല. കോട്ടൺ തുണിയിലോ? അത് വിഷയം. ആ മറ്റേ ഈ ചെടീനെയും പൂക്കളെ കുറിച്ച് പഠിക്കുന്ന ഒരു ഇതുണ്ടല്ലോ, അത് ബോട്ടണി. എന്തോ ദൈവമേ, എടി വിവരക്കേട് പറയാതെ പോയൊരു ചായ എടുത്തോണ്ട് പാടി. ഞാൻ പഞ്ചാര വേണം ഏട്ടാ. ഈ വീട്ടിൽ പഞ്ചസാര ഉണ്ടോ? പഞ്ചാര കഴിഞ്ഞു. പിന്നെ ആ ഡയലോഗ് പറയേണ്ട കാര്യമുണ്ടോ? പോയെടുത്തിട്ട് വാ. അടുത്ത ട്രെയിൻ വരുന്നതിന് മുമ്പ് ഷേവ് ചെയ്തേക്കാം. ഇല്ലെങ്കിൽ ട്രെയിൻ വന്ന സമയത്താണെങ്കിൽ ഒറ്റ വടിക്ക് മത്തി വരയാൻ പറഞ്ഞ പോലെയായിരിക്കും. ചൂടുണ്ടേ? ഏത്? അത് അമൃത എക്സ്പ്രസ് കൊണ്ടുപോയി. എന്റെ ദൈവമേ, ഈ വീട്ടിൽ നിന്ന് ഒരു പച്ചവെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത അവസ്ഥയായി. പിന്നെ ആകെപ്പാടൊരു ഗുണമുള്ളത് തേങ്ങ ചിരകല് ഭയങ്കര എളുപ്പ. അത് ഒരു ട്രെയിൻ പോണ സമയത്തെ ഈ തേങ്ങ എടുത്ത് ഞാൻ ചിരവേലൊക്കെ അങ്ങോട്ട് വെച്ചെടുക്കും. ഒരൊറ്റ ട്രെയിൻ ബസ്സിൽ 2 തേങ്ങ ചിരവി കിട്ടും. സർക്കാസ് അടിക്കണ്ട. ഞാൻ പോയിട്ട് വരട്ടെ. നടക്കില്ല. രാവിലെ കണ്ണിൽ കാപ്പിയും പോയി. അയ്യോ, ഒന്ന് ഒരുങ്ങിയേക്കാം. നിങ്ങളിത് കണ്ട ഒരു പൊട്ട് പോലെ വീട്ടിൽ തൊടാൻ പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കട്ടെ, പോർന്നു. ആരാ മനസ്സിലായില്ല? അത് അനാവശ്യമായിട്ടുള്ളൊരു ചോദ്യമാണ് കേട്ടോ. ഈ സോങ് കേട്ടാ അറിയാൻ പറ്റില്ല മരപ്പണിക്കാരന്റെ എൻട്രി സോങ്. മരപ്പണിക്കാരനായിരുന്നല്ലേ? അതെ. ഈ വീടിന്റെ വടക്കോട്ടുള്ള ജനൽ ഏതാണ്? അതാണ് വടക്കോട്ടുള്ള ജനൽ. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുഴപ്പമൊന്നുമില്ല. വായി കിടക്കുന്ന ചൂയിങ്കോന്ന് തുപ്പി കളയാനാ. കുറച്ചേരം ചവച്ചാ പിന്നെ മധുരയില്ല. അതാണ്. നിങ്ങൾ വന്ന പണിയെടുക്കാൻ നോക്കുന്നുണ്ട്. അല്ല, ഇത് എന്തിനാ എന്നെ വിളിച്ചു പരത്തി? എന്നു സംഭവം പറഞ്ഞില്ല. എന്റെ പൊന്ന് ചേട്ടാ, ട്രെയിൻ പോകുമ്പോ വീഴാന്ന് ശ്രദ്ധിക്കണം. വാതിലിന്റെ അവിടെ പോയി നിൽക്കരുത്, തെന്നി വീഴും. അയ്യോ, ഓടുന്ന ട്രെയിനിന്ന് വീഴുന്ന കാര്യമല്ല പറഞ്ഞു. പിന്നെ ഓടാത്ത ട്രെയിനിൽ എങ്ങനെ വീഴും? അതല്ലെന്ന്. പിന്നെ ഇതേ ഞങ്ങളുടെ വീടിന്റെ ആ സൈഡിൽ കൂടിയാണ് ട്രെയിൻ പോകുന്നത്. മേളിക്കടെ. അപ്പൊ ഞാനും ഭർത്താവ് ഈ കട്ടിലിൽ കിടക്കുമ്പോ ഇത് കുലുങ്ങി ഞങ്ങൾ രണ്ടുപേരും താഴെ വീഴാന്ന്. ഇതാര് വിശ്വസിക്കാനാണ്? ട്രെയിൻ പോകുമ്പോ കുലുങ്ങി താഴെ വീഴുന്ന് പറഞ്ഞാൽ ലോജിക്ക് പ്രശ്നമാണ് കേട്ടോ ഇതൊക്കെ. വിശ്വാസമല്ലേ? ഇല്ല. എന്നൊരു കാര്യം ചെയ്യും, ഇപ്പൊ ഒരു ട്രെയിൻ പോകാനുണ്ട്. ചേട്ടനാ കട്ടിൽ കയറി കിടന്നേ. ഈ കട്ടിൽ കയറി കിടക്കാൻ അങ്ങോട്ട്. ഈ കട്ടിലെ തന്നെ കിടക്കണം. നിങ്ങൾക്ക് എന്നെ നിർബന്ധം എന്താണ്? അല്ല, അത് ഭാര്യയും ഭർത്താവൊക്കെ ആകുമ്പോ തേന വരച്ച് കഴിഞ്ഞെങ്കിൽ കാര്യം പറ. അല്ല, ഈ ഭാര്യയും ഭർത്താവല്ലേ, അപ്പൊ നാട്ടു നടപ്പൊക്കെ അനുസരിച്ച്. സഹോദരി, നാട്ടിൽ നടക്കുന്ന ഒരു പരിപാടി ഈ കട്ടിലെ നടക്കില്ല. അതിനുള്ള വീതി ഇല്ല ഈ കട്ടിൽ. അതുകൊണ്ടല്ലേ പറഞ്ഞത് വീതി കൂട്ടി തരാൻ. നിങ്ങളൊരു കാര്യം, ഞാൻ കട്ടിൽ അങ്ങോട്ട്
കയറി കിടക്ക. അപ്പൊ അറിയാലോ ഇത് വീതി കൂട്ടണോ വേണ്ടോ എന്നുള്ളത്. ശരി കിടന്നു നോക്കാം. കിടക്കങ്ങോട്ട്. ആ ഇവിടെ കിടന്നാ മതിയോ? ഇതിങ്ങ ഇപ്പുറത്ത് കിടക്ക്. ഇവിടെ കിടക്കാം. ഇപ്പൊ ട്രെയിൻ പോകും. അപ്പൊ അറിയാം നിങ്ങൾക്ക് അത് വീഴോ. എനിക്ക് കുഴപ്പമില്ല. ഞാൻ അല്ല വിശ്വാസമില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് അത് വിശ്വസിച്ചിട്ട് താങ്കൾ പോയാൽ മതി. കിടക്കാങ്ങോട്ട്. ശരി എന്നാ ആയിക്കോട്ടെ. എന്നോട്ടെ നേരെ കിടക്ക്. മാറി കിടക്കാങ്ങോട്ട്. നിങ്ങൾ എന്തിനാണ് കയറി കിടക്കണത്? അതല്ല ഞങ്ങള് രണ്ടുപേര് കിടക്കുമ്പോഴേ താഴെ വീഴണത്. അപ്പൊ പിന്നെ ഞാൻ കിടക്കണ്ടേ? കിടക്കങ്ങോട്ട്. അത് ശരിയാട്ടോ. നല്ല ഐഡിയ. അതിന്റെ അനുസരിച്ച് ചെയ്യാൻ ആ അതാണ്. ട്രെയിൻ മഞ്ഞില്ലല്ലോ. എന്റെ പൊന്നെ ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ. ആ. ഇത് സ്ഥിരമായിട്ട് ഇടയ്ക്കൊക്കെ താമസിച്ചിട്ടാ വരാറ്. ആണല്ലേ? ഇന്ന് എന്തായാലും താമസിക്കും ഉറപ്പാ. ഇന്നും താമസിക്കൂലേ? അത് ശരി. അപ്പൊ ഞാൻ എന്നും താമസിക്കണ ഇതിന് വേണ്ടിട്ടാണല്ലേ? ഞാൻ പോയി കഴിഞ്ഞാൽ ഇവിടെ ഇതാണല്ലേ പരിപാടി. ഇതെനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. ട്രെയിൻ മഞ്ഞുണ്ട് മോ. ഇവിടെ രോദനമല്ല വേണ്ടത്, ആത്മധൈര്യം. ഹലോ ഹലോ. വല്ല കൂസലും ഉണ്ടോ? ഇങ്ങോട്ട് ഹലോ പറഞ്ഞേക്കുന്നു. ഇവിടെ എന്താ പരിപാടി? ട്രെയിൻ വരാൻ വേണ്ടി കിടക്കോ? ട്രെയിൻ വരാൻ കിടക്കാൻ ഇത് സൗത്ത് റെയിൽവേ സ്റ്റേഷൻ അല്ല. ആരാ നീ? നീ ആരാ? ഞാൻ ഗൃഹനാഥൻ. അല്ലാണ്ട് ഈ പുള്ളിക്കാരന്റെ ഭർത്താവൊന്നുമല്ലോ. ആ ഗൃഹനാഥന്റെ പര്യാദം പോലും അറിയാൻ പറ്റില്ല. അയ്യോ എനിക്ക് ഇതെന്റെ ചേട്ടനാ. ചേട്ടന്റെ വൈകിയേ കൊള്ളാടി കൊള്ളാം. എന്താ? അഴിഞ്ഞു വീണ കേശഭാരം, പാതിമാഞ്ഞ പൊട്ട്. ഹലോ ഡയലോഗ് തെറ്റിപ്പോയിട്ടോ. അത് അങ്ങനെയല്ല. അഴിഞ്ഞു വീണ കേശഭാരം, വാക്കിലും നോക്കിലും കാണുന്ന ദൈവിക ഭാവം. അതാണ്. അത് ജഗന്നാഥന്റെ ഡയലോഗ്. ആ. ഇത് പാവം സുകുമാരന്റെ ഡയലോഗ്. അതെന്നെ ഈ പറയണത്. ആരാ നീ? ഞാനാരെന്നോ? ആ ആശാരി. കള്ളത്തരം പറയുന്നു. ഞാൻ വിശ്വസിക്കുന്നില്ല. നീ പറഞ്ഞ കാര്യം ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ എന്താ കള്ളത്തരം പറഞ്ഞേ? എടാ ഈ ലോകത്ത് ഒരാശരിക്കും രൂപമില്ല. ഓഡിയോ നോ വീഡിയോ. എന്താ ഈ പറയണത്? അതല്ല അത് ഞാൻ വിളിച്ചിട്ട് വന്നതേട്ടാ. ലാലി എന്റെ മുഖത്ത് നോക്കി തന്നെ നീ സമ്മതിച്ചല്ലോ ഞാൻ വിളിച്ചിട്ട് വന്നത്. മനസ്സിലായി? മിണ്ടരുത്, നീ മിണ്ടരുത്. ഇതെന്ന് തുടങ്ങിയത്? ഇതെന്ന് തുടങ്ങിയത് നീ പരിപാടി? ഞാനിത് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോ തന്നെ ഈ ഫീൽഡിലോട്ട് ഇറങ്ങി. ഫീൽഡിലേക്ക് ഇറങ്ങി അത് കലക്കി. കൊള്ളാടാ. അല്ല അതെന്നാ എന്ന അഭിമാനത്തോടെ പറയും ഞാൻ ഈ ഫീൽഡിലേക്ക് ഇറങ്ങി. അല്ല ഫീൽഡിലാണല്ലോ നമ്മളിപ്പോ വീടുകളിൽ പോയി ചെല്ലുന്നു, അവിടെ വർക്ക് ചെയ്യുന്നു. ഹോം ഡെലിവറി നമുക്ക് പല രീതിയിലാണല്ലോ. അതായത് ചിലപ്പോ ചില ക്ലയന്റ് ഇങ്ങോട്ട് വരും. ക്ലൈന്റ് ഡെലിവറി ഫീൽഡ് അപ്പൊ മൊത്തത്തിൽ അങ്ങ് എക്സിക്യൂട്ടീവ് വൽക്കരിക്കുക സംഭവം. നാണമില്ലടാ ഇത് വിളിച്ചു പറഞ്ഞത്. ഞാൻ എന്തിനാ നാണിക്കണത്? എന്റെ അച്ഛനല്ലേ എന്നെ തൊഴിൽ പഠിപ്പിച്ച. അച്ഛനെ എന്നെ കൈ പിടിച്ച് തൊഴിലോട്ട് കൊണ്ടുപോകുന്നു. സ്വന്തം മകൻ ഈ ഫീൽഡിലേക്ക് കൈ പിടിച്ചിറക്കിയത്. നിങ്ങൾ ഇങ്ങോട്ട് വന്നേ. നിങ്ങൾ എന്തോ കിടന്ന് പറഞ്ഞു പ്രാന്തായി പോയത്. ഒന്നുമില്ല. ഇത് ഞാൻ കൈ നിൽക്കുന്ന വിഷയം. ഞാൻ ഇപ്പൊ പോലീസിനെ വിളിക്കും. എവിടെ ഫോൺ? പോലീസിനെ വിളിച്ചാൽ ഉടക്കും. പോലീസിനോട് ഉടക്കാൻ മാത്രം നിനക്ക് ധൈര്യമായില്ല. അതല്ലേ പറഞ്ഞത്. പോലീസ് വന്നു കഴിഞ്ഞാൽ എനിക്ക് ടെൻഷൻ വരും. അപ്പൊ നാക്കുടക്കും. പോലീസിനെ വിളിക്കണ്ട. നാക്കുടക്കണ്ട. നിനക്കുള്ള പണി ഞാൻ തന്നെ തരാം. എന്ത് പണി? നിങ്ങൾക്ക് തലക്കൊല്ല ഓളം ഉണ്ടോ? നിങ്ങൾ എന്തിനാ മരപ്പണിക്കാരനെ തല്ലുന്നത്? മരപ്പണിക്കാരൻ ഞാൻ ഈ കട്ടിലിന് വീതി കൂട്ടാൻ വേണ്ടി വിളിച്ചു വരുത്തിയതല്ലേ. അയ്യോ അറിയാതെ ചവിട്ടി കൂട്ടിയും ചെയ്തു. ഞാൻ വല്ല പറയുന്നില്ല ഞാനോട്. മരപ്പണിക്കാരൻ. ആ ഹലോ പരിചയപ്പെട്ടതിന് സന്തോഷം. ഞാൻ മരപ്പണിക്കാരൻ സുകുമാരൻ. അതെ ഇത്രയും നേരം നടന്നൊന്നും മനസ്സിൽ വെച്ചേക്കല്ലേ. ഞാനിവിടെ ഒരു പരിപാടിക്ക് നിൽക്കല്ല. ഞാൻ എന്റെ വഴിക്ക് പോവാണ്. ക്ഷമിക്കൂല. തിരക്കുള്ളൊരു പണിക്കാരൻ ഞാൻ. അറിയോ പൊന്നു സുഹൃത്തെ പറയുന്ന നിങ്ങൾ ഇവളുടെ കൂടെ കട്ടിലേക്ക് കയറി കിടന്നുകൊണ്ടല്ലേ പ്രശ്നം മുഴുവൻ ഉണ്ടായത്? അത് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നാന്ന്. നിങ്ങൾ രണ്ടുപേരുടെ കട്ടിലേക്ക് കിടക്കുമ്പോഴത്തേക്കും ഇങ്ങനെ കുലുക്കി ട്രെയിൻ പോകുമ്പോൾ താഴെ വീഴുന്നു പറഞ്ഞില്ലേ? അത് കാണിച്ചു തരാൻ വേണ്ടി പുള്ളിക്കാരി എന്നെ കടത്തിയതാണ്. സംഭവിച്ചു പോട്ടെ. എങ്ങനെയെങ്കിലും ഇതൊന്ന് ശരിയാക്കി ഞാൻ ചെയ്തു തരികയില്ല. പൈസ എനിക്കൊരു പ്രശ്നമില്ല. എത്ര വേണേലും തരാം. ഓക്കെ. ആ പിന്നെ 100 രൂപ കൂടി ചോദിക്കില്ല. 100 രൂപയ്ക്കാണ് ഞാനിത് പണിയാൻ വേണ്ടി. പൊന്നു ചേട്ടാ പൈസ ഞാൻ തരാം. നിങ്ങൾ എങ്ങനെയെങ്കിലും കട്ടിലൊന്ന് വീതി കൂട്ട്. എന്റെ ഇത്രയും നാളത്തെ അനുഭവം വെച്ചിട്ട് ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. ഇത് ട്രെയിൻ പോകുമ്പോ കട്ടിലെ നിങ്ങൾ കുലുങ്ങി വീഴുന്നതല്ല. വാസ്തു പുരുഷന്റെ കിടപ്പ് ശരിയല്ല. അതാണ് അവന്മാരെ കിടപ്പ് മണ്ടേ ശരിയല്ല. വാസുവും പുരുഷനും അടിച്ചാ ഓടലകളൊക്കെ ഉള്ളതും തുണിയില്ലാതെ. നിങ്ങളുടെ കൂട്ടുകാരൻ വാസ്തു പുരുഷന്റെ കാര്യമല്ല പറഞ്ഞത്. എടോ ഈ വാസ്തു പുരുഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആർക്കും കാണാൻ പറ്റില്ല അയാളെ. പിന്നെ കാണാൻ പറ്റാത്ത പുരുഷനാണെന്ന് നീ എങ്ങനെ അറിഞ്ഞതാ? അത് വാസ്തു സ്ത്രീയാണെങ്കിലും അത് ശരിയാട്ടാ. രണ്ടും കണക്കാണല്ലേ സംഭവം ഒന്ന് പറ. വാസ്തു പുരുഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ വീട്ടിലുണ്ട്, നിങ്ങളുടെ വീട്ടിലുണ്ട്, അയലോക്കത്തെ വീട്ടിലൊക്കെ ഉണ്ട് ഈ സംഭവം. എന്റെ വീട്ടിൽ മാത്രമല്ല അയലക്കത്തും ഉണ്ടോ? ആ എന്നാ പ്രശ്നമില്ല. അതാണ് മലയാളിയുടെ തനിക്കോണം ഇപ്പോഴാണ് ആയത്. അല്ല
ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് ഒന്ന് പറയോ? ചെയ്യേണ്ട എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വാസ്തു പുരുഷനെ തൃപ്തിപ്പെടുത്തണം. എന്നാ കൊടുത്താ പുള്ളി തൃപ്തിപ്പെടും. ഒരു ബീറും ബിരിയാണിയും മേടിച്ചു കൊടുക്കും. ഓക്കെ, 450 രൂപയുടെ കേസല്ലേ ഉള്ളൂ, ചെയ്തേക്കാം. എന്നതാ ഇത് ഈ പറയണത്? ഒന്നും മിണ്ടാതിരിക്കട്ടെ. ഈ വീട്ടില് കന്നിക്കോണ അഗ്നികോണ ഏതാണ്? കന്നിക്കോൺ അഗ്നികോണതേ ആ മൂലയില്. ആ കന്നിക്കോണിന്റെ അഗ്നികോണിന്റെ നടുവിൽ കാണുന്ന എന്താണ്? അത് പോപ്കോൺ. ആ പിള്ളേർക്ക് കഴിക്കാൻ വേണ്ടി മേടിച്ചു. അതല്ലെന്ന്. ഈ കന്നിക്കോണിന്റെ അഗ്നികോണിന്റെ അതിൽ നോക്കുമ്പോ കാണുന്ന നെല്ലിമരം കണ്ടോ? ആ നെല്ലിമരം നിങ്ങൾ ഈ വീട്ടിൽ ജീവിക്കുന്ന അത്രയും കാലം നിങ്ങൾ വെട്ടാൻ പാടില്ല. വെട്ടിയ പ്രശ്നമാണോ? വെട്ടിയ പ്രശ്നമൊന്നുമില്ല. വെട്ടാണ്ടിരിക്കുവാണെങ്കിൽ അതിനകത്ത് നെല്ലിക്ക പറിച്ച് തിന്നാം. നെല്ലിക്ക തിന്നിട്ട് വെള്ളം കുടിക്കുമ്പോ പ്രത്യേക ഒരു മധുര. ഇന്ന് മണ്ടത്തരം വളമ്പാണ്ട് ആ കട്ടിലൊന്ന് ശരിയാക്കിത്താ. കട്ടിൽ ശരിയാക്കണമെങ്കിൽ ഒരു കാര്യം, ഞാൻ പ്രത്യേക ഒരു കാര്യം പറഞ്ഞോട്ടെ. തടി കുറച്ചുകൂടെ വേണം. ഇനിയോ? അല്ലെങ്കിൽ തന്നെ തടി വെച്ചിട്ടുള്ള ഹൗസ് ഒന്ന് പാകാവുണ്ട്. ഇനി എനിക്ക് തടി വെക്കാൻ വയ്യ. ഇതെന്നാ ഈ പറയണത്? പറഞ്ഞ കറക്റ്റ്. അവള് ഈയിടെ തടി കൂടി വരുവാ. എടോ, അതല്ല പറഞ്ഞത്. കട്ടിലിന് വീതി കൂട്ടണമെങ്കിൽ കുറച്ചുകൂടെ തടി കഷ്ണം പലക വേണം. അതായിരുന്നു അത്. ഞാനിവിടെ കട്ടിലിൽ എപ്പോഴും ഒളിപ്പിച്ചു വെച്ചു. എടുക്ക, സംഭവം എടുക്ക്, പെട്ടെന്ന് എടുക്ക്. നമ്മളിതിങ്ങനെ അല്ലെ? അല്ല, ഇനി വേറെ മരം വേണ്ടേ ഇപ്പൊ? വേറെ എടുത്തോ. ഹലോ, സന്തോഷം. ഓ, റെഡി. ഞാൻ നേരിട്ട് കണ്ടോളാം. ഓക്കെ, ആ ശരി, ഓക്കെ, താങ്ക് യു. ആ, വെച്ചോ. ഓക്കെ, തടി വെട്ടാൻ പറ്റേ? വെട്ടങ്ങോട്ട് വെട്ടണ്ട. ഇങ്ങനെട്ട് കാട്ടാൻ വേണ്ടി ഇത് വൈപ്പറല്ല, വാക്കത്തെയാണ്. എന്റെ കൈയുടെ കൊഴ വേലെടുക്കും. മരം വീതി കൂട്ടാൻ പറ. വെട്ടണ്ട. ഇവിടെ കട്ടിൽ പണിയേണ്ട കാര്യമില്ല. വേണം, കട്ടിൽ പണിയണം, വീതി കൂട്ടാൻ. നിങ്ങൾ ആദ്യം തീരുമാനിക്കും, ഇത് ഉണ്ടാക്കണോ തീരുമാനിക്കും. ഞാനൊന്ന് റെസ്റ്റ് ചെയ്യട്ടെ. എടി, വെട്ടേണ്ട കാര്യമില്ല, കട്ടിൽ പണി. എന്റെ പൊന്നേട്ടാ, വീട് നാടുകൊടുന്ന എന്റെ നിങ്ങൾ മര്യാദക്ക് ഇതിന് വീതി കൂട്ടാൻ നോക്കിയേ. ഒന്നൊക്കെ ഈ കട്ടിലിൽ വീതി കൂട്ട്, അല്ലെങ്കിൽ താമസം മാറ്. അത്രയല്ലേ ഉള്ളൂ. നമ്മൾ ഈ വീട്ടിൽ നിന്ന് താമസം മാറുന്നു. അതിനുള്ള കോളായി ഫോണിലേക്ക് വന്നു. എന്റെ ദൈവമേ, നീ എന്റെ പ്രാർത്ഥന കേട്ട്. എവിടെ കേട്ടാ പോണേ? നമ്മൾ പാലക്കാട്ടേക്ക് പോകുന്നു. പാലക്കാട്ടേക്കാണ് താമസം പറഞ്ഞത്. എന്റെ ചേച്ചിയുടെ ഭാഗ്യാണ്. പാലക്കാട് അടിപൊളി സ്ഥലല്ലേ? നല്ല ഗ്രാമാന്തരീക്ഷം, നെൽപ്പാടം, പച്ചക്കറിക്കൊക്കെ വിലക്കുറവല്ലേ ചേട്ടാ? ഈ പാലക്കാട് എവിടെയാണ്? ഒലവക്കോട് റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടു പറ്റേ. അപ്പൊ മറചട്ടീന്റെ എഴുതിയിലേക്ക്. ചേച്ചി പറഞ്ഞ കറക്റ്റാണ് കേട്ടോ. ഈ കട്ടില് രണ്ടുപേര് കിടന്നാ വീഴും, അത് ഉറപ്പ്. ബാസി, പോൾസൺ, സൂര്യകല, ഒരു നല്ല കൈയടി കൊടുക്കാം. നോൺ സ്റ്റോപ്പ് ചിരി ഉണ്ടായിരുന്നു. എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തെന്ന് തോന്നുന്നു. നമുക്ക് കമൻസിലോട്ട് അങ്ങ് പോയാലോ? ആദ്യം നമുക്ക് പ്രചോദനം നിന്ന് തുടങ്ങാം. വാസി, പോൾസ, സൂര്യ പൊളിച്ചടിക്കുക കേട്ടോ. അടിപൊളിയാണ്. അതിനകത്ത് ഏറ്റവും അധികം നമുക്ക് തോന്നിയൊരു സാധനം, നിങ്ങൾ അവിടെ കിടക്കുന്നു. ഫസ്റ്റ് ട്രെയിൻ പോകുമ്പോൾ വാസി വീഴ്ച വീണു. അവിടെ നിന്ന് ഒരു ടേക്ക് ഓഫ് തുടങ്ങിയിട്ട് പിന്നെ ചിരിയുടെ പൂരമായിരുന്നു. പിന്നെ ആ ട്രെയിൻ പോകുന്ന സമയത്തൊക്കെ നിങ്ങളുടെ ആക്ഷൻ ഭയങ്കര രസമായിരുന്നു. അവിടെ നിന്നൊരു കഥ പറഞ്ഞു. പിന്നെ എനിക്ക് ആദ്യം കൈഡ് തന്നെ എൻ്റെ കണ്ടന്റ് എന്ന് പറയുന്ന ഒരു ഉഗ്രൻ കണ്ടന്റാണ് കേട്ടോ. നമ്മൾ ഈ അടുത്ത കാലത്തൊന്നും ഇങ്ങനൊരു സാധനം കണ്ടില്ല. അതായത് റെയിൽവേയുടെ അടുത്ത് നമ്മുടെ ഈ പറയുന്ന പോലെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ താമസിക്കുന്ന ഒരു സ്കിറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം കണ്ടിട്ടില്ല, അങ്ങനെ ഒരു സബ്ജക്റ്റ് കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞ അങ്ങനെ ഒരു കണ്ടന്റിനകത്തൊരു കോമഡി കൊണ്ടുവരിക. ആ കോമഡിയിൽ അതായത് ട്രെയിൻ പാസ് ചെയ്ത് പോകുമ്പോൾ ഒരു സാധനം കൊണ്ടുവരിക. കാപ്പി കുടിക്കുമ്പോൾ ആ കാപ്പി മുഴുവൻ പോകുന്നു. അതൊക്കെ ചിരിച്ച് പിന്നെ ട്രെയിൻ വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. ഒരു ഫോർമാറ്റ് നിങ്ങൾ സ്ഥിരമല്ല. മറ്റേ നമുക്കിപ്പോൾ ചോരിത്തരമൊക്കെ നമുക്ക് എസ്കേപ്പ് പരിപാടിയാണ് ഈ ചോരിത്തരം. അതിൽ നിന്നൊക്കെ മാറിയിട്ട് നിങ്ങൾ 3 പേരും തകർത്താടി എന്ന് പറഞ്ഞാൽ ഭയങ്കര ലൈഫായിട്ട് ഒന്നും നോക്കിയില്ല. നിങ്ങൾ തുടക്കം തൊട്ടൊരു കളി അങ്ങോട്ട് കളിച്ചു. ഒടുക്കം വരെ, തുടക്കം എങ്ങനെ തുടങ്ങിയോ അതുപോലെ തന്നെ നിങ്ങൾ അവസാനം വരെ കളിച്ചു എന്നുള്ള ചിരി ഇങ്ങനെ പടർന്നു നിന്നുള്ള നിങ്ങളത് കീപ്പ് ചെയ്യുക. ഇതിനകത്തൊരു ഉഗ്രൻ ടീമായിട്ട് നിങ്ങൾക്കിപ്പോൾ ഏറ്റവും അധികം ഫാൻസ് ഉണ്ട്. ഇനിയും മുമ്പോട്ട് നിങ്ങളൊന്ന് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും പ്രോഗ്രാംസൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇതിന് നിങ്ങൾ സമയം ഇതുപോലെ കണ്ടെത്തണം. ഇനിയും നിങ്ങളിന്ന് ഒരുപാട് സ്കിറ്റുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. 3 പേർക്ക് ഒരു ബിഗ് സല്യൂട്ട്. ഉഗ്രം കണ്ടന്റ് കേട്ടോ. രക്ഷയില്ലാത്ത കണ്ടന്റാണ്. കാര്യം അങ്ങനെ നമ്മൾ ഇതൊക്കെ നമ്മൾ ചുമ്മാ ഇരുന്ന് ആലോചിക്കും ഇതെങ്ങനെ മനസ്സിൽ കയറും എന്നുള്ളത്. പക്ഷേ മെനക്കെട്ടാൽ ഇതുമല്ല ഇതിനപ്പുറവും കയറും. അതിൻ്റെ ഒരു തെളിവാണ് ഈ ഒരു സാധനം. ഇത് റെയിൽവേ പുറമ്പോക്കിലൊരു വീടിരിക്കുന്നു. അതിൻ്റെ അകത്ത് കട്ടിലെ ഭാര്യയ്ക്കും ഭർത്താവിനും ഒരുമിച്ച് കിടക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നു. അത് പണിയാൻ വേണ്ടിയിട്ട് മേശരെ വിളിക്കുന്നു. അയാൾ വരുന്നു. ഭയങ്കര രസമായിട്ട് സിറ്റുവേഷൻ എല്ലാം കറക്റ്റാണ്. കാര്യം ഒന്നും ഏച്ച് കെട്ടിയിട്ടില്ല. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത് ചെയ്തത് എന്ന് തോന്നലുണ്ടാകും ചില സ്കിറ്റിന്. അത് പണ്ടൊരു ഷാജോണൊക്കെ അറിയാം, ഒരാൾ വിളിക്കുമ്പോൾ പറയുന്നത് എൻ്റെ തലങ്ങിനടി കുറേ കൗണ്ടർ എഴുതി വെച്ചിട്ടുണ്ട് റൂമിൽ, അതെടുത്തിട്ട് ഇങ്ങോട്ട് കയറ്റിയാൽ മതി എന്ന് പറയും. അതെപ്പോഴും ഏച്ച് കിട്ടിയാൽ മുഴച്ചിരിക്കുന്ന പോലെയാണ്. ആളുടെ പേര് പറയുന്നില്ല, ഷാജോൺ മനസ്സിലായിട്ടുണ്ടാവും.
പക്ഷെ അതല്ല കോമഡി. നമുക്ക് എന്താണ് നമ്മുടെ കഥ, ആ കഥയ്ക്ക് അനുസരിച്ചുള്ള സാധനങ്ങളാണ് നമ്മളിപ്പോൾ നിങ്ങളിവിടെ വിളമ്പിയത്. അതിൻ്റെ സൂര്യയുടെ പൊട്ടിൻ്റെ ഇപ്പോഴും ആ പൊട്ട് ഇങ്ങനെ തന്നെ നിൽക്കുക. ഈ റെയിൽവേയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമോ? ചെറിയൊരു കുലുക്കുണ്ടാവും വീഴാന്നൊക്കെ പറഞ്ഞ. അല്ല, ഞാൻ അവിടെ ജീവിച്ചോണ്ട് എനിക്ക് ഈ കുലുക്ക് ഇതുവരെ വന്നിട്ടില്ല. ചെറിയൊരു വൈബ്രേഷൻ. അല്ല വൈകിട്ട് കിടക്കുന്നില്ല, പരിപാടിക്ക് പോവല്ലേ? എല്ലാ ദിവസവും പ്രോഗ്രാം അല്ലേ? അതായിരുന്നു നീക്കുള്ളടാ, നീ ഇവിടെ ഇരിക്കാൻ യോഗ്യനാണ്, ഇവിടെ തന്നെ നീ വേണ്ടവരാണ്. എന്തായാലും നിങ്ങൾ ഈ സബ്ജക്റ്റ് തപ്പിയെടുക്കാൻ കാണിക്കുന്ന ആ മനസ്സുണ്ടല്ലോ, അതാണ് നമ്മുടെ ഈ ഷോയുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറഞ്ഞത്. നിങ്ങളല്ല, ഇവിടെ വരുന്ന എല്ലാവരും പുതുമകൾ കൊണ്ടുവരിക. അതുകൊണ്ട് ഏറ്റവും വലിയ ഗുണം ചെയ്യുന്നത് നിങ്ങൾക്ക് തന്നെയാണ്, ഞങ്ങൾക്കല്ല. നിങ്ങൾ ചിന്തിക്കാവുന്നതിനപ്പുറത്ത് ചിന്തിച്ചൊരു സാധനം ഉണ്ടാക്കി. വെടിയും പുകയായിരുന്നു, ഒന്നും അതിന് പറയാനില്ല. 3 പേരും കേട്ടോ ഗംഭീരമായിട്ട് ചെയ്തു. നല്ല സ്കിറ്റായിരുന്നു. പറയാൻ ഞാൻ മനസ്സിൽ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നതെല്ലാം ഇവർ പറഞ്ഞു കഴിഞ്ഞു. എനിക്കിന് തരാനുള്ളത് കൈയടിയാണ്. ഉഗ്രം തോട്ടായിരുന്നു. ഉഗ്രം തോട്ടം എന്ന് പറഞ്ഞാൽ മുൻപ് നമ്മൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ഏതാണോ ചില തമാശകൾ, ഇങ്ങനെ ഇനി ഒരു ട്രെയിൻ ഒച്ചയില്ലെങ്കിൽ എനിക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല എന്നാണ് ഞാൻ അവിടെ കിടക്കുക, ഇവിടെയൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ അതിങ്ങനെ ഒരു ഫുൾ സ്ക്രിപ്റ്റായിട്ട് നിങ്ങൾ കൊണ്ടുവന്നിട്ട് നിങ്ങളത് എക്സിക്യൂട്ട് ചെയ്ത് ഉഗ്രനായിരുന്നു. പെർഫോമൻസ് വൈസ് 3 പേരും ഇഞ്ചിനോട് ഇഞ്ച് പൊരുതുക എന്നൊക്കെ പറയത്തില്ല, നമ്മൾ മത്സരിക്കുകയായിരുന്നു. പറയാനാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇയാൾ മരപ്പണിക്കാരനാണെന്ന് നമ്മുടെ ബാസി അറിഞ്ഞതിന് ശേഷം ഒരു ചെറിയ പോർഷനുണ്ട്. അതായത് നെല്ലിമരം, അതേപോലെ വാസ്തുപുരുഷൻ, ആ ഒരു ഏരിയ ഒരു ഇച്ചിരി ഒന്ന് എവിടെയോ കാര്യം അതുപോലെ ഗംഭീര ചിരികൾ വന്നിട്ട് ആ ഏരിയ വന്നപ്പോൾ ഒന്ന് ഒരു ചെറുതായി നമ്മുടെ പഴയ കപ്പളത്തിൻ്റെ ഒരു റൂട്ടിലേക്ക് പോയി. പഴയ ഒരു ഇവിടെ വലക്കും ഭാഗത്ത് ഒരു കപ്പളം ഇപ്പുണ്ട്. അത് അവരെ പണിയാൻ ചെന്നവർക്ക് രാവിലെ കപ്പളത്തിന്റെ തോരൻ, ഉച്ചയ്ക്ക് കപ്പളം അവല്. അപ്പൊ ആ ഒരു ഏരിയ മാത്രം പോയി. അത് കഴിഞ്ഞ് പിന്നെ അങ്ങ് ഇതായി. പിന്നെ നമ്മൾ എന്താണ് ട്രെയിനിൽ അങ്ങോട്ട് പോയി ഒക്കെ ഓവറോൾ നോക്കും ഗംഭീര സ്കിറ്റായിട്ട് എനിക്ക് തോന്നിയത്. അടിപൊളിയായിരുന്നു. ഇതുപോലെ പൊട്ടിച്ചിരികളുമായിട്ട് നിങ്ങൾ വരണം എന്നാണ് എപ്പോഴും നമ്മുടെ ആഗ്രഹം. അതിനു വേണ്ടിയിട്ടാണ് നമ്മളും പ്രേക്ഷകരും എല്ലാം വെയിറ്റിങ്. ഇതേപോലെ ഒരുപാട് ഗംഭീര സ്കിറ്റുകൾ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. ഓക്കെ ഓക്കെ. അപ്പം നിൽക്കുക തന്നെ ആദ്യം മാർക്സ് കൊടുത്തു തുടങ്ങിക്കോ. ഒരു 2000 രൂപ കൊടുക്കുക. എത്ര? 8,000 റുപ്പീസാണ് നസീർക്ക തന്നിട്ടുള്ളത്. ഞാൻ നിങ്ങൾക്കൊരു 12,000 രൂപ തരുന്നു. അപ്പോൾ ടോട്ടൽ 20,000 രൂപ ഇപ്പം തന്നെ തന്നിട്ടുണ്ട്. പിന്നെ ട്രെയിനൊക്കെ പോകുന്ന സ്ഥലമാണ് പ്രചോദനം. അവിടെ നിന്ന് മാറി നല്ല സ്ഥലത്തേക്ക് അവർക്ക് പോകണം. ഇപ്പം എടുത്തിരിക്കുന്ന പാലക്കാടാണ്. അവിടുന്ന് കുറച്ചുകൂടെ ഒരു തിരക്കുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ അകത്തോട്ടും എല്ലാം പോകാൻ വേണ്ടിയിട്ട് പറ്റിയ. തീർച്ചയായിട്ടും അത് നമുക്ക് അധികം കുലുങ്ങാത്തത് വേണം. അല്ലേ? അതൊന്ന് ആലോചിച്ച് നീ ചെയ്യും. എന്താന്ന് വെച്ചാൽ നീ ചായയൊക്കെ വന്ദേ ഭാരത് കൊണ്ടുപോകാൻ പാടില്ല. അതെ, അത് കൊണ്ടുപോകാൻ പാടില്ല. അത് ഞാനത് അറിഞ്ഞങ്ങ് ചെയ്യുക കേട്ടോ. ശരി, ഗൂഗിൾ പേ ഇട്ടിരിക്കുന്നു. അവിടെ വന്നു. നിങ്ങളുടെ ഹാർഡ് വർക്കിനുള്ള ഒരു പ്രതിഫലമാണിത്. നിങ്ങളുടെ ഫ്രഷ് തോട്ട്, നിങ്ങൾ ആ സ്കിറ്റിന് വേണ്ടി എടുത്ത ജോലി, നിങ്ങളുടെ പെർഫോമൻസ്, എല്ലാത്തിനുമുള്ള ഒരു തുകയാണ്. അല്ലേ സിർക്ക? ആദ്യം ഒന്ന് കിടുങ്ങി 8 മാർക്ക് കൊടുത്തു കഴിഞ്ഞപ്പോ സൂര്യ തീരുമാനിച്ചു എന്നാ മറ്റേ തന്നെയാണ് ബെസ്റ്റ്. കാല് ചവിട്ടി ശരിയാക്കില്ലെന്നുള്ളൂ. ബാസിയെ, എന്തോ എടാ ഒരു കാര്യം ചോദിക്കാനുണ്ട്. നീ വന്നപ്പോ മുതൽ ഭയങ്കര ടെൻഷനും സങ്കടവും നിനക്ക് എന്തായിരുന്നു സംഭവം? ഇന്നോ? ഇന്നല്ല, ഇവിടെ ഗ്രൂമിങ്ങിന് വന്നപ്പോ തൊട്ടേ അവന് ടെൻഷനും സങ്കടം. ആണോ? ഇപ്പോഴും അവന്റെ മുഖത്ത് നോക്കിയ ഒരു ഞാൻ എപ്പോഴും പൊതുവെ ഇങ്ങനെയാണ്. അല്ലോണ്ട് നസർക്ക് ശരിയാ, ഒരു സന്തോഷമില്ല. ഇല്ല, ഈ 80,000 രൂപ തന്നിട്ട് നിന്റെ മുഖത്തൊന്നും കാണുന്നില്ല. അതിപ്പം പറയാൻ പറ്റില്ല. 80 അടുത്ത വർഷം 10 പോയാലും. അല്ല, അങ്ങനെ അത് നിങ്ങളുടെ കഴിവുകേട്. നിങ്ങളുടെ കഴിവുകേട്. സന്തോഷമാണെങ്കിലും ദുഃഖമാണെങ്കിലൊക്കെ ഒരുപാട് ആവാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. പക്ഷെ സന്തോഷിക്കേണ്ട സമയങ്ങളിൽ നമ്മൾ നാളെ ഇത് വന്നില്ലെങ്കിലോ എന്നോർത്ത് സന്തോഷിക്കാതെ ഇതിനകത്ത് ഒരാൾ കിടന്ന് മറിയുന്നുണ്ട്. അത് നിങ്ങൾ അതാണ്. അതെന്താന്ന് പറഞ്ഞേ. സന്തോഷം ഉള്ളിലുണ്ടെന്നാണ്. ഉള്ളിലുണ്ട്. അയാൾ മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഉള്ളിൽ കിടന്ന്. അയാൾ ഇനി ഒരുപാട് മറിയട്ടെ. ഒരുപാട് ഗംഭീര സ്കിറ്റുകളും ഗംഭീര പൊട്ടിച്ചിരികളുമായിട്ട് നിങ്ങൾക്ക് വരാൻ പറ്റട്ടെ. നല്ലൊരു കൈയ്യടി നമുക്ക് കൊടുക്കാം. പോൾസൺ ആൻഡ് സൂര്യ, താങ്ക് യു സോ മച്ച്. അടുത്ത ടീമിനെ വിളിച്ചാലോ? വിളിക്കാം. ഓക്കെ. നല്ല ഗംഭീര സ്കിറ്റുകളുമായിട്ട് വന്ന് നമ്മളെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ള ടീമാണ് വരാൻ പോകുന്നത്. മിസ്റ്റർ സുധീഷ് ആൻഡ് ബിജു വർഗീസ് ആൻഡ് ദീപ്തി. അയ്യോ, ജോലി തളർന്ന് വയ്യേ. സുഷുപ്ന നാടിയാ. ഞാൻ എന്തോ നീ പറയുന്നത്? സുഷമ്മേ ഇന്നാടി. എനിക്ക്
ഏയ്യാ എന്തിനാടി എനിക്കെന്ന് എടി സാധാരണ എന്തെങ്കിലും സാധനം കൊണ്ടുവരുമ്പോ അകത്ത് കൊണ്ട് വെക്കണ്ടേ കൊണ്ടുപോയി അകത്ത് ഇതകത്തുകൊണ്ട് വെക്കാട്ടോ. ആ. അയ്യോ എന്റെ പഴ ദാ പോണ അയ്യോ ഡേ നിന്നടുത്ത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഭർത്താക്കന്മാരടുത്ത് വളരെ മാന്യമായിട്ടും സംസ്കാരത്തോടും പെരുമാറണമെന്ന്. ഇത്തിരി സൗമ്യമായിട്ട് പെരുമാറടി എന്റെ അടുത്ത്. എനിക്ക് ഇത്രേ സൗമ്യതയുള്ളു. ഞാൻ പോവും. ഞാന്ന് പോവാ നീ എന്തൊരു കൊരകനാ? അതല്ല, ഞാൻ നിന്റെ വീട്ടിൽ പോകുന്നു. നീ എന്ത് കാര്യം പറയടി അങ്ങോട്ട്? ഇന്ന് നമ്മുടെ കുടുംബത്തെ സംബന്ധിച്ച് വളരെ പ്രത്യേകതയുള്ള ഒരു ദിവസമായിരുന്നു. ഞാനാ പറ ഇപ്പഴല്ലേ കാര്യം പിടി കിട്ടിയത്. നിന്റെ അച്ഛനെ രമയും കൂടെ അപ്പുറത്തെ വീട്ടിൽ പൊക്കിയ ദിവസമല്ലേ? തോന്നിയാസരം വർത്താനം പറയില്ലേ ചേട്ടാ. ഇന്ന് നമ്മുടെ വെഡിങ് ആനിവേഴ്സറിയാ. കൺഗ്രാചുലേഷൻസ്. കൈവിട്. നിങ്ങൾ ഇന്ന് എന്നോട് എന്തെന്നാ പറഞ്ഞിട്ട് പോയത്? കാലത്ത് എനിക്ക് ഐപാഡ് മേടിച്ചേറി വെഡിങ് ആനിവേഴ്സറിക്ക് എന്ന് പറഞ്ഞിട്ടാണോ പോയത്? ആലപ്പുഴ ജില്ലക്കാര് സമ്മതിക്കുവോ? എന്തോന്ന് ഹരിപ്പാട് മേടിച്ച് ഐപാടൊക്കെ വാങ്ങിച്ചേരാ. നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇല്ല വടക്കേലെ സഹദേവൻ ചേട്ടനെ കണ്ടു പഠിക്കും. അവനെ കണ്ടു പഠിക്കാൻ ഞാൻ കണ്ടു പഠിക്കണം. ചേച്ചിക്ക് വെഡിങ് ആനിവേഴ്സറിക്ക് ചേട്ടൻ നല്ല മുത്ത് പതിപ്പിച്ചൊരു അടിപൊളി അരഞ്ഞാണ് മേടിച്ചു കൊടുത്തത്. ഞാൻ വിശ്വസിക്കൂല. അതെന്താ? എല്ലാ കാര്യങ്ങളും ഞാൻ നേരിട്ട് കണ്ടു ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ ഇനി അവരുടെ അരഞ്ഞാണം തപ്പിപ്പോട്ട് നാട്ടുകാരെ തല്ലുകൊണ്ട് ചാകാനായിട്ട്. അല്ലെങ്കിൽ നിങ്ങൾ എനിക്കൊന്നും ചെയ്തു തരില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോ ചേട്ടാ. ഞാൻ കാരണം നിങ്ങൾക്ക് ഇപ്പൊ ഹോട്ടലിൽ ജോലി കിട്ടുക കേട്ടോ. സമ്മതിച്ച്. നീ കാരണമാണ് എനിക്ക് ഹോട്ടലിൽ കുക്കായിട്ട് ജോലി കിട്ടിയത്. സമ്മതിച്ച്. ഈ വീട്ടിലെ അടുക്കളയിൽ എരിഞ്ഞു തീരേണ്ട ഒരു സാമാനമായിരുന്നു ഞാൻ. സമ്മതിച്ചല്ല. അപ്പോഴും ഞാൻ ഈ വീട്ടിൽ സാമ്പാറും അവിയലും കച്ചടി മിച്ചടിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോ എന്റെ മനസ്സിലൊരു ചിന്ത, എന്തിനാണ് ജീവിതം ഇതിനകത്ത് എരിഞ്ഞു കളയണത്? ആ സമയം കൊണ്ട് ഏതെങ്കിലും ഹോട്ടലിൽ പോയി ജോലി ചെയ്ത് കഴിഞ്ഞാൽ 10-30,000 കിട്ടൂലേടി. അതുകൊണ്ടാണ് ഞാൻ ഹോട്ടലിൽ പോയി ജോലി ചെയ്തത് കുക്കായിട്ട്. നിങ്ങൾ എന്നെ അത്ര പുച്ഛിക്കാന്നും വേണ്ട. എനിക്ക് നല്ല അടിപൊളിയായിട്ട് നല്ല രുചികരമായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ അറിയാം. നീ രുചികരമായിട്ട് ഉണ്ടാക്കിയൊന്നും പറയല്ലേ, ഇങ്ങോട്ട് വിളമ്പല്ലേ. കഴിഞ്ഞ ക്രിസ്മസിന് ഇവളൊരു കേക്ക് ഉണ്ടാക്കി വെച്ച്. സൂപ്പറായിരുന്നില്ലേ? നല്ല കേക്കായിരുന്നു കേട്ടോളനെ. ആ കേക്ക് ഉണ്ടാക്കി വെച്ചിട്ട് അതിന്റെ മേളിൽ കുറെ കടുതാളി ചൊഴിച്ചവള്. അത് നിങ്ങൾ തന്നെയല്ലേ എന്നെ പഠിപ്പിച്ച? നിങ്ങൾ എല്ലാ കറിയും വെച്ച് കഴിയുമ്പോ കടുക് താളിച്ച അതിന്റെ പുറത്ത് ഒഴിക്കാറുണ്ടല്ലോ. മേലാൽ അടുക്കള എന്നുള്ളൊരു വാക്ക് പോലും മിണ്ടിപ്പോരുത്. അതിനുള്ളൊരു ക്വാളിറ്റി പോലും ഇല്ല. നിന്റെ ഭാഷയിൽ അടുക്കള എന്ന് പറഞ്ഞാൽ വർഷങ്ങളോളം പൂട്ടിക്കിടക്കണ തെക്കിനി. അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എന്നോട് ഒരു സ്നേഹമില്ല. എനിക്ക് ഒന്നും ചെയ്തു തരില്ല. എനിക്കറിയാം. നിനക്കിപ്പോ എന്താണ് വേണ്ടത് പറ. എന്തെങ്കിലും മേടിച്ചു തരുമോ? അതെന്താന്ന് വെച്ചാ പറ. എടി നമ്മളെ വെഡിങ് ആനിവേഴ്സറി ഞാൻ മറന്നെന്നാണ് നിന്റെ വിചാരം? പിന്നെ എടി ഞാൻ ഒരു നമ്പർ ഇട്ടേല്ലേ, നീ എവിടം വരെ പോകുന്ന? എടി എന്നെ പൊന്നു ചങ്കേ, നീ ആ ജനലിനകത്തോട്ട് നോക്ക്. എന്താ കണ്ടാ? സുന്ദരമായ ഒരു കാഴ്ച കാണണം. കണ്ടാ? അവിടെ നിങ്ങൾ നിക്കറയിലൊക്കെ ഇട്ടേക്കണല്ലേ? വേറൊന്നുമില്ലല്ലോ. എനക്ക് അത് മാത്രമേ കാണുള്ള. അപ്പുറത്തെ പാളിൽ നോക്കടി, അങ്ങോട്ട് നോക്കടി. അയ്യോ ചേട്ടാ, കാലം പോത്തിന്റെ പുറത്ത് വന്നിരിക്കണ ചേട്ടാ. അയ്യോ, കാലം പോത്തിന്റെ പുറത്താ? എടി പോത്തിന്റെ പുറത്ത് ജോർജ് ഇരിക്കണത്. കാലിന്റെ പേരൊക്കെ ജോർജ് എന്നാ. എടി അങ്ങനെയല്ലേടി, നമ്മളെ വെഡിങ് ആനിവേഴ്സറി ഇല്ലേ, അപ്പൊ വലിയൊരു പോത്തിനെ മേടിച്ചിട്ട് ഇന്ന് പോത്ത് ബിരിയാണി ഉണ്ടാക്കി നാട്ടുകാർക്ക് മുഴുവൻ വിളമ്പാൻ വേണ്ടി കൊണ്ടുവന്നല്ലേ. ഓ, നിനക്ക് ഇഷ്ടപ്പെട്ട സാധനം ഒരു സർപ്രൈസ് ഉണ്ടെന്ന് ഞാൻ രാവിലെ പറഞ്ഞായിരുന്നു. ആ പോത്തിനെ വെട്ടാൻ വന്ന ആളാണ് ജോർജ്. ജോർജ്, അണ്ണാ എന്നാ അണ്ണാ പോത്തിനെ വെട്ടട്ടാ? പോത്തിനെ വെട്ടാറായ? വാ പോത്തിനെ വെട്ടട്ടാന്ന്. വെട്ട്. നമ്മളെ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് ഫസ്റ്റ് വെട്ട് എന്റെ വക. ഇങ്ങോട്ട്. അതെ, ഈ ഗ്രൂപ്പിലെല്ലാരും ഇന്ന് വൈകുന്നേരം വീട്ടിലോട്ട് വന്നോട്ടെ. ചേട്ടൻ ബീഫ് ബിരിയാണി വെക്കുന്നുണ്ട്. വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് കൊണ്ടുതന്നെ. അണ്ണാ പിടിയണോ? കൊമ്പിൽ പിടി. വെട്ടട്ടാ. ആനിവേഴ്സറി ആണ്. വെട്ടട്ടാ. ജോർജ്, വെട്ട് മാറിയടാ. എന്തിനാ കയറിയിട്ട് വെട്ടിയത്? പോണ്ട. അയ്യോ അണ്ണാ പോയി പിടിയണ്ട. ചേട്ടാ, എന്താണ് ചേട്ടാ? എന്താണ്? ഇങ്ങോട്ട് വാ. ചെറിയൊരു അബദ്ധം പറ്റിയടി. ഞാൻ വെപ്രാളത്തിന് വെട്ടിയപ്പോഴേ പോത്തിന്റെ കയറിലാണ് വെട്ടുകൊണ്ടത്. പോത്ത് ഒരു ജംഗ്ഷൻ മുഴുവൻ എടുത്തോണ്ട് പോയെന്നാണ് ഞാൻ അറിഞ്ഞത്. പോത്താണ് ഓടിയത്. എന്താണ് സംഭവിക്കണേന്ന് അറിയാൻ പറ്റൂല. അണ്ണാ പോത്ത് വരുന്നെണ്ണ. പോത്തെണ്ണ ഇതുവഴി ഓടുന്ന അങ്ങോട്ട്. അയ്യോ, ചേട്ടാ നമ്മളിനി ബീഫ് ബിരിയാണി വെക്കാൻ എന്ത് ചെയ്യും ചേട്ടൻ? എന്റെ കൂട്ടുകാരൊക്കെ വരും. ഈ ബിരിയാണിയുടെ കാര്യമല്ല, അടിച്ച് മണ്ട കയറിക്കളയും. എടി മനുഷ്യ എന്തോ ചെയ്യണമെന്ന് ഭ്രാന്തെടുത്ത് നിൽക്കുകയാണ്. പോത്ത് ഓടിയത് കണ്ട ദൈവമേ, ഇനിയിപ്പോ ഞാൻ എന്തോ ചെയ്യും? അയ്യോ, ഞാൻ ആശിച്ചു കെട്ടിയ പെണ്ണാണ് അത്. ആരടാ അത്?
ഇതിന് ഇന്നൊരു തീരുമാനം എനിക്കറിയണം. അവിടെ നില്ല്. ബാക്കി പൂ അവിടെ. ബാക്കി പൂ എന്നെ കൊണ്ട് പറയിപ്പിക്കണോ? വേണോ? പറയിപ്പിക്കണോ? വേണ്ട വേണ്ട. ഇന്ന് എന്റെ കല്യാണമായിരുന്നു. നല്ല പരിപാടിയാണ്. ഇപ്പോഴാണ് അവന്റെ കല്യാണം വിളിക്കണത്. ഈ പെണ്ണുമുള്ള ഇത് എന്തുവാ പറയുന്നത്? അതല്ല ഞാൻ പറഞ്ഞത്. ഇന്ന് എന്റെ കല്യാണമായിരുന്നു. കല്യാണം കഴിഞ്ഞ് മണ്ഡപത്തിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയതും ഭാര്യ അങ്ങ് എടുത്ത്. എന്തൊരാക്രാന്തോടാ. മണ്ഡപത്തിന്റെ ഫ്രണ്ട് വെച്ച് എന്നെ ഭാര്യ എടുക്കാതെ വീട്ടിൽ പോയി ഭാര്യ എടുത്തുവിടായിരുന്നാ? അയ്യോ, ഞാൻ എടുത്ത കാര്യമല്ല. നിങ്ങളുടെ ഈ വീട്ടിൽ നിന്നൊരു പോത്ത് പോയില്ലേ, ആ പോത്ത് എന്റെ പെണ്ണുമ്പുളെ കൊമ്പി ചേർത്തോണ്ട് ദോ കൊണ്ടുപോയെന്ന്. നമ്മളെ പോത്തിന്റെ കാര്യമാണ് വന്ദേ ഭാരത് കണ്ടിട്ടുണ്ടോ? ഭയങ്കര സ്പീഡാണ്. അതിലും സ്പീഡിലാ എന്റെ പെണ്ണുമ്പുളെ അതുകൊണ്ട് കൊമ്പിക്കൊരു തോണ്ട് കൊണ്ടുപോണത് കണ്ട. കയ്യിൽ മുല്ലപ്പൂ പോത്ത് കൊണ്ടുപോയല്ലോ, ചാടി പിടിച്ചതാ, കിട്ടിയത് അവിടെ വിഗിലായി പോയി. എനിക്ക് മുടിയില്ല, അതെനിക്ക് നിങ്ങൾ എന്തൊരു പെണ്ണുമ്പുള്ളേ, ആ പടെ കിട്ടിയത് ഇതാണ്. ഇത് ഞാൻ ഓർമ്മയ്ക്ക് വെച്ചോ, അത് അവർക്ക് കൊടുക്കണമെന്ന്. മിസ്റ്റർ കൊടുത്തൂടെ? കൊടുക്ക, ഇങ്ങോട്ട് വന്നേ. എന്തിനാന്ന് മനസ്സിലായോ? മനസ്സിലായെങ്കിൽ എന്താ കാരണം പറ. മനസ്സിലായില്ല. പിന്നെ എന്തിനാ മനസ്സിലായെന്ന് പറഞ്ഞത്? മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ പടി കിട്ടിയാലോ? പിടിച്ചോ. ഇനി മേല കള്ളത്തരം പറയരുത്. ഇത് ദീപാവലിയാണോ? എന്താണ്? ആരോ ടോട്ടോന്ന് പടക്കം പൊട്ടിക്കുന്നു. ടോട്ടോന്ന് പടക്കം പൊട്ടിച്ചല്ല, പിന്നെ ഡോന്ന് വിളിച്ചതാണ്. എന്തിനാ ചെറുക്കന്റെ കെട്ടിയവനെ പിടിച്ചിട്ട് തല്ലണത്? അവൻ കെട്ടിയവനായിരിക്കും, പക്ഷെ ഞാൻ കെട്ടിയ പെണ്ണിനെ അവൻ ആരെന്നറിയാമോ? ആരാണ്? കാമുകൻ. എടോ ദുഷ്ട, താനപ്പൊ ഇത്രയും നാളെന്നെ ചതിക്കണായിരുന്നല്ലേ? എനിക്ക് മനസ്സിലായി. നീ ഒന്ന് സൗമ്യമായിട്ട് സംസാരിക്കടി. എന്റെ പെണ്ണുമ്പോൾ എന്തിനാ അങ്ങവർത്ത് സംസാരിക്കേണ്ടത്? എന്റെ ഭാര്യയുടെ പേര് സൗമ്യ. എപ്പോഴും സൗമ്യ സൗമ്യ എന്ന് പറയുന്നുണ്ടോ? എപ്പോഴും പറയൂടാ. ആ പെണ്ണ് എങ്ങനത്തെ പെണ്ണാടാ കാണാനൊക്കെ? കാണാൻ വലിയ കുഴപ്പമൊന്നും, പിമ്പിരി മുടിയും കുക്കിരി പല്ലൊക്കെ ആയിട്ടൊരു കൊച്ച്. എന്തിനടാ കള്ളം പറയണത്? കെട്ടിയ പെണ്ണെ കുറിച്ച് നല്ല റിസോർട്ടിൽ കാണാൻ നോക്ക്. ഇതിപ്പോ കാണാൻ വലിയ പോലെ. ഇത് നിങ്ങളുടെ ഫോണല്ലേ? നിങ്ങളുടെ ഫോണിൽ എങ്ങനെ അവക്കടെ പടം വന്നത്? അതെങ്ങനെ വന്ന്? അതെങ്ങനെ എന്റെ പെണ്ണെങ്ങനെയാ അവളെ പടം വന്നത്? അത് ഞാനല്ലടാ ചോദിക്കേണ്ടത്. ഫേസ്ബുക്ക് ഫ്രണ്ട്. ഇപ്പൊ തന്നെ അവളെ ഇതിന്ന് കളഞ്ഞോ നിങ്ങള്? അത് പറ്റൂല, അവളെന്നെ ഫോളോ ചെയ്യും. നിങ്ങളുടെ എന്റെ സൗമ്യ പൊട്ടി. സൗമ്യ? നിന്റെ സൗമ്യ അല്ലടാ, നിന്റെ സൗമ്യ എന്ന് പറയടാ. അവന്റെ മുതുകത്തൊരു പാടുണ്ടല്ലോ. കഴിഞ്ഞ കണ്ട് വണ്ടി നലിച്ചതല്ലി വീണ. അല്ല, അവൻ കള്ളം പറഞ്ഞതാ. എന്റെയും സൗമ്യയുടെയും കല്യാണം ഉറപ്പിച്ചെന്ന് അറിഞ്ഞെന്റെ അന്ന് രാത്രി അവൻ സൗമ്യയുടെ വീട്ടിൽ വന്നു. ചാടി പ്ലാവിന്റെ മണ്ടേ കയറി. അവിടെ സൗമ്യയുടെ അച്ഛൻ ചോദിച്ചു ആരടാന്ന് ചോദിച്ചപ്പോ ഇവൻ പറഞ്ഞെന്തോ ചക്കയില് കുരുനിറക്കണ ദൈവം. അത് എവിടത്തെ ദൈവോടാ? അല്ലെങ്കിൽ തന്നെ എനിക്ക് പെണ്ണ് വാഴൂല. പെണ്ണിന്റെ വാഴയല്ലേ? പെണ്ണിന്റെ വാഴയല്ലേന്നോ? ഇവിടെ പെണ്ണ് എനിക്ക് വാഴൂല. എന്താന്ന് അറിഞ്ഞൂടാ. ഒന്നും നാടിന്റെ പ്രശ്നമാണെന്നാണ് പറയുന്നത്. എനിക്ക് മൂലത്തി കാലാണല്ലോ. നീ എങ്ങനെയാടാ ഷൂട്ട് കൊണ്ട് നടക്കുന്നത്? അതല്ല, മൂലം കാല് പകുതിയായിട്ടാണ് ജനിച്ചത്. അതിന്റെയാണെന്ന് തോന്നുന്നു. ഏതൊക്കെ പെണ്ണിനെ കെട്ടിയാൽ ഇതൊക്കെ തന്നെ ഇപ്പൊ മൂന്നാമത്തെ പെണ്ണാണ്. അതിന്റെ പ്രശ്നമൊന്നുമല്ല. നമ്മളൊരു പേരിടുമ്പോ ന്യൂമറോളജി പരമായിട്ട് ഇടണം. അതായത് ഉപ്പ എന്നൊരു അക്ഷരം ഉണ്ടല്ലോ, പ എന്നൊരു അക്ഷരം ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര എരണമാണ്. എരണമാണോ? പത്മപ്രിയ ഭയങ്കര എരണമാണ്. അതുപോലെ പശുപതി സിനിമാടൻ ഭയങ്കര എരണമാണ്. അതുകൊണ്ട് നിന്റെ പേരിന്റെ മുമ്പേ ഒരു പാ ചേർത്ത് നോക്ക്. വെച്ചടി കയറ്റമായിരിക്കും. ഇതെനിക്ക് പറ്റൂന്ന് തോന്നുന്നില്ല. എന്റെ പേര് റിച്ചു എന്നാന്നല്ലോ. ഈ പായും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ആൾക്കാർ വിളിക്കോ പറച്ചൂന്ന്. അത് നടക്കൂല. അത് പോട്ടെ, ഈ പെണ്ണമ്പിള്ളെ കൊമ്പിൽ കൊണ്ടുപോയല്ല, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും? അയ്യോ, അത് പറഞ്ഞപ്പോഴാ ഒന്ന് നോക്കട്ടെ. നിങ്ങളല്ലേ പോത്തിനെ വിളിച്ചത്? അച്ഛാ, അവളെ പോത്തുണ്ട്. കൊച്ചച്ഛനാ? അയ്യോ, കൊച്ചച്ഛ, അച്ഛ എവിടെ? അയ്യോ, പോത്ത് അച്ഛനെ തട്ടിയേ അടപ്പായസത്തി എടുത്തിട്ടല്ലോ. പൊട്ടാത്ത അടപ്പായസം എന്ന് പറഞ്ഞ് പാചകക്കാരൻ ചട്ടുവത്തിനിട്ട് കുത്തുന്നെന്ന് അച്ഛനെ. അച്ഛന് വായി കിടക്കണ ആക്കല്ലേടാ, വാ തുറന്നെന്തേലും പറയാൻ പറ. അച്ഛന് ഹൈ ഷുഗറാ. വാ തുറന്ന് പായസം കേറിയ തല കറങ്ങുന്നു കഴിഞ്ഞ് വാ തുറക്കാതിരിക്കുക. ദൈവമേ, നാളെ ആരുടെയെങ്കിലും ഇലയുടെ തുമ്പത്ത് അച്ഛനെ വിളമ്പി വെക്കുവോ? ഒരു ആദ്യരാത്രി എന്നുള്ള മോഹം അങ്ങ് പോയല്ലേ? എനിക്ക് ആദ്യരാത്രി ഭയങ്കര സങ്കല്പമാണെന്ന്. ഈ ആദ്യരാത്രി ഒന്നും വലിയ സംഭവമൊന്നും അല്ല മോനെ. അത് നിനക്ക്, എനിക്കത് വലിയ സംഭവം തന്നെയാണ്. ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോവാ. എന്തുവായാലും ഇതിന് ഞാൻ പ്രതികാരം വിട്ടും. ഞാനൊരു പോത്തിനെ മേടിച്ച് അതിനെ ഇങ്ങോട്ട് അഴിച്ചു വിടും. നിന്റെ പെണ്ണുപിള്ള കൊമ്പി കൊരുത്ത് പോകുന്ന എനിക്ക് കാണണോടാ. നീ സങ്കടം പറഞ്ഞോടാ. കാണ്ടാ വരുന്ന ചിരിക്കണ്.
സന്തോഷമുള്ള കാര്യം പറയുമ്പോ പിന്നെ ചിരിക്കണ്ടേ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യാം, ആ പോത്ത് എവനെ കൊണ്ടുപോട്ടെ. അത് പറ്റൂല, അത് പറ്റൂല, അത് എന്നെ പറ്റൂല. അയ്യോ, തൂണ്ട പോത്തിന്റെ കൊമ്പില് സൗമ്യ പോണ്. അയ്യോ എന്റെ സൗമ്യ. ഏ? അല്ല നിന്റെ സൗമ്യ, നിന്റെ സൗമ്യ. ഞാനേ അയ്യോ അവിടെ കയറി ബ്ലോക്ക് ചെയ്യാം. ഈ ഒരു കാര്യം ചെയ്യ്, ബ്ലോക്ക് ചെയ്ത് സൗമ്യ പിടിച്ചോണ്ട് വാ. സൗമ്യയെ പിടിച്ചോണ്ട് ഇങ്ങോട്ട് വരും. ദാണ്ടേ നിന്നെയും സൗമ്യം വെച്ചോണ്ട് എനിക്ക് 2 വർത്താനം പറയണം. ഞാൻ അങ്ങോട്ട് വരട്ടെ, അവിടെ പോയി തടയും ഞാൻ. എന്തേ എന്ത് ഇത്ര സങ്കടത്തിൽ നോക്കണ? നിങ്ങളുടെ സൗമ്യ പോയാ? നിങ്ങൾ എന്റെ സൗമ്യനെ കൂടി ജീവിച്ചോ, ഞാൻ എന്റെ പാട്ടിന് പോകാൻ പോണേ. നടങ്ങടി കാര്യം അറിയാ, നീ എവിടെ ഇറങ്ങി പോണത്? ഇതിൽ കൂടുതൽ കാര്യം അണ്ണാ, അണ്ണാ, അയ്യോ ആരേലും ചോദിച്ചാ ഞാൻ പോണ്ടിച്ചേരിയിലുണ്ടെന്ന് പറയണേ. നീ എവിടെ പോണ്ട? ഈ പോക്ക് കണ്ടിട്ട് ഇത് പോണ്ടിച്ചേരിക്ക് പോണെന്ന് തോന്നി ഈ പോത്ത്. അയ്യോ അപ്പൊ എന്റെ സൗമ്യേ? സൗമ്യ അപ്പുറത്തെ കൊമ്പിയുണ്ട്. ഓ ഭാഗ്യം, എന്റെ സൗമ്യ സേഫായി. അവന്റെ സൗമ്യ. ബിജു, സുധീഷ്, ദീപ്തി, നല്ലൊരു കൈയടി, നല്ലൊരു പുതുമയുള്ള സ്ക്രിപ്റ്റ് ആയിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയത്. കാര്യം നമ്മൾ ഈ അടുത്തെല്ലാം പത്രമാധ്യമങ്ങളിൽ കണ്ട അല്ലെങ്കിൽ ഒരുപാട് ഓൺലൈൻ മാധ്യമങ്ങളിൽ വന്ന ഒരു വിഷയം തന്നെ നിങ്ങൾ എടുത്തിട്ട് അതിപ്പോഴത്തെ ഒരു പരിപാടിയായിട്ട്, ഒരു കല്യാണമായിട്ട് ബന്ധപ്പെടുത്തി നിങ്ങൾ കൊണ്ടുവന്നു. കൊള്ളാം, വളരെ മനോഹരമായിട്ടാണ് എനിക്ക് തോന്നിയത്. നമ്മൾ കമൻസിലോട്ട് പോയാലോ? പ്രചോദനം തന്നെ ആദ്യം പറയട്ടെ. ബിജു, സുധീഷ്, ദീപ്തി നന്നായിരുന്നു, നല്ല ഉഗ്രം പ്ലേ ആയിരുന്നു കേട്ടോ. അതിനൊരു ഉഗ്രം കൈയ്യടി തരണം. നല്ല രസമായിട്ടൊരു ഒരു പരിപാടി പറഞ്ഞു. ഇപ്പോൾ ബിജു വർഗീസ് വന്നു, ദീപ്തിയായിട്ടുള്ള നിങ്ങളുടെ കോമ്പിനേഷൻ പരിപാടികൾ കൊള്ളാം. നിങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങൾ പറഞ്ഞതിന് ശേഷം പുറത്തൊരു ഇത് കേൾക്കുന്നു, പോത്തിനെ ഇറക്കാൻ വേണ്ടി പോകുന്നു, അതൊക്കെ രസമായിട്ട് വന്നു. പിന്നെ നേരെ അത് സുധീഷിലേക്ക് വന്നപ്പോൾ കഥ മാറി. പിന്നെ എനിക്ക് ലിങ്ക് ഇവർ തമ്മിലുള്ള ഒരു പിന്നെ സുധീഷിൻ്റെ വൈഫും മറ്റേ ബിജുവിൻ്റെ കാമുകി എന്നുള്ളൊരു സാധനത്തിലേക്ക് വന്നത് എങ്ങനെയാണ്? എനിക്കതൊരു എന്താണ് പണ്ടത്തെ പ്രണയമായിരുന്നു. അത് ഈ പോത്തിനെ അടിച്ചുവിട്ട മനഃപൂർവ്വമാണെന്നുള്ള ചിന്തയില് ആ മനഃപൂർവ്വം എന്നുള്ള സാധനം ചെറുതായിട്ട് രജിസ്റ്റർ ആയില്ല എന്നൊരു സാധനം മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം അടിപൊളിയായിരുന്നു. എന്ന് വെച്ചാൽ അതല്ല, നല്ല പ്ലേ ആയിരുന്നു. നിങ്ങൾ ആർട്ടിസ്റ്റ് ബേസിൽ നിങ്ങൾ 3 പേരും നന്നായിട്ട് പെർഫോം ചെയ്തു, നല്ല രസമായിട്ട് ചെയ്തു. ഓൾ ദി ബെസ്റ്റ്. അടിപൊളി. നസീർക്ക? അല്ല, നല്ല കാരണമായിരുന്നു, എടുത്തിട്ട കാരണം നല്ലതായിരുന്നു, വിഷയം നല്ലതായിരുന്നു. നമ്മുടെ അടുത്ത വീട്ടിൽ അതിന് മുമ്പ് ദീപ്തി ആ കസേര ഇരുന്നിട്ടൊരു 1-2 മുഖം കൊണ്ട് ഒരു 1-2 എക്സ്പ്രഷൻ ഉണ്ട്. ഏതാ ഭർത്താവ് ഇങ്ങനെ നമ്മുടെ ഒരു ആഗ്രഹം സാധിച്ചു തരുന്നില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പം അതിൽ നിന്ന് മാറ്റർ മാറിക്കഴിഞ്ഞ് ദീപ്തി ഓൾറെഡി അതുകൊണ്ട് സിങ്കായി. അത് കുഴപ്പമൊന്നുമില്ല. എന്നാലും നമ്മൾ ഇങ്ങനെ കളിച്ചു വരുമ്പോൾ അതിൻ്റെതായ ഒരു മൂഡുണ്ടല്ലോ. മാറ്റർ നല്ലതാണ്. ഒരു പോത്തിനെ അറക്കാനായിട്ട് കൊണ്ടുവന്ന് അറിയാതെ വെട്ടിയത് അതിൻ്റെ കയറലായിപ്പോയി, അതിനെ ഓടിച്ചിട്ട് പിടിക്കുന്നു, തിരിച്ചു കൊണ്ടുവരുന്നു, അത് വേറെ കോർത്തുകൊണ്ട് അങ്ങ് പോയി. ഇതൊക്കെ സിമ്പിളായിട്ടാണ് നിങ്ങൾ പറഞ്ഞു വിട്ടത്. കുഴപ്പമില്ലായിരുന്നു, നന്നായിരുന്നു, അടിപൊളി. ഓക്കെ. ബിജു, സുധീഷ്, ദീപ്തി നന്നായിരുന്നു. എനിക്ക് തോന്നുന്നു ബിജുവിൻ്റെയും ദീപ്തിയുടെയും വോയിസിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടല്ലേ? ശബ്ദം അടഞ്ഞിരിക്കുകയാണ്, അതിൻ്റെ ഒരു സ്ട്രെയിൻ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മൊത്തത്തിലുള്ള പെർഫോമൻസിന് അത് ചെറുതായിട്ട് ബാധിച്ചിട്ടുണ്ട് എന്ന് വേണം പറയാനായിട്ട് കേട്ടോ. നിങ്ങളുടെ രണ്ടുപേരുടെയും നിങ്ങൾ സാധാരണ ചെയ്യുന്ന പോലെ അങ്ങോട്ട് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ വേറെ കുഴപ്പങ്ങളൊന്നും തോന്നിയില്ല. ഈ പറഞ്ഞ പോലെ അത്യാവശ്യം തമാശകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു പുതിയ വിഷയമാണ് നിങ്ങൾ കൊണ്ടുവന്നത്. ഈ പറഞ്ഞ പോലെ ഈ പോത്ത് വിരണ്ടോടുക എന്ന് പറയുന്നത് നമ്മൾ മറ്റേ ജല്ലിക്കെട്ട് എന്ന് പറയുന്ന സിനിമയിൽ കണ്ടൊരു വിഷയമാണ്. അത് വളരെ കുറച്ച് സീരിയസ് ആയിട്ട് വേറെ കുറേ മാറ്റിലോട്ട് പോയെങ്കിൽ ഇത് നിങ്ങൾ വളരെ തമാശ ആയിട്ട് കൊണ്ടുവന്നു. അതായത് വിഷ്വൽ സൈഡൊക്കെ നല്ല, വിഷ്വൽ സൈഡൊക്കെ വളരെ നന്നായിരുന്നു. നിങ്ങളെല്ലാം ആ ചൂസ് ചെയ്ത ഏരിയ ഒക്കെ നന്നായി. കാര്യം വൈഫിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി കൊണ്ടുപോകുന്നതാണ് പോത്തിനെ. അത് വെട്ടാൻ വേണ്ടി പോയപ്പം അതിൻ്റെ കയറിന് വെട്ടി അത് പോകുന്നു. എന്തായാലും നല്ലൊരു തോട്ടായിരുന്നു. ഈ പറഞ്ഞ ഒരു ഫ്രഷ് തോട്ടായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. കാര്യം ഇത് നമ്മൾ കുറേ പത്രമാധ്യമങ്ങളിലൊക്കെ വായിച്ച് കണ്ടിട്ടുള്ളതാണ്. ഈ അടുത്ത് നമ്മൾ യൂട്യൂബിലും കാര്യങ്ങളിലൊക്കെ കണ്ടതാണ് ഈ പോത്ത് വിരണ്ടോടുന്നൊരു പരിപാടി. അപ്പോൾ അത് വെച്ച് നിങ്ങൾ വളരെ ഹ്യൂമറസ് ആയിട്ടുള്ളൊരു കാര്യം ചെയ്തു എന്നുള്ളതാണ് പേഴ്സണൽ എൻ്റെ ഒരു ഒപ്പീനിയൻ. പിന്നെ നിങ്ങൾ രണ്ടുപേരുടെയും ഈ തൊണ്ട മേലാത്തതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ട് നമുക്ക് അവിടെ ഇവിടെയൊക്കെ ഫീൽ ചെയ്തു. പക്ഷേ അത് സുധീഷ് ഏറെക്കുറെയൊക്കെ സുധീഷ് അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ സുധീഷിൻ്റെ പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ സുധീഷിൻ്റെ പെർഫോമൻസ് വളരെ നന്നായിരുന്നു. കുറേ കാര്യം വന്ന് കയറിയ ആ ഒരു വരവും അതിലുണ്ട്. കാര്യം കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് ദിവസം വൈഫിനെ പിന്നെ ഭാര്യയും കൊണ്ട് പോത്തു പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാണെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നുന്നു. അത് വന്നു കഴിയുമ്പോൾ ഇയാളുടെ കാമുകയാണ് നമ്മുടെ ഭാര്യ എന്ന് പറയുമ്പോൾ കുറേ നല്ല മൂമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ സംഭവങ്ങളുണ്ടായിരുന്നു. 3 പേര് നന്നായിട്ട് പെർഫോം ചെയ്തു. അടിപൊളിയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഓൾ ദി വെരി ബെസ്റ്റ്. ഓക്കെ. സുധീഷേ, നമ്മൾ കുറേ നാളായിട്ടൊക്കെ പറയുന്നത് കേട്ടോ, നിങ്ങളുടെ ഫാമിലിയൊക്കെ ഒന്ന് കൊണ്ടുപോകാൻ നമുക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ടെന്നൊക്കെ. ഇതുപോലെ നടക്കുമോ? നടക്കും. സുധീഷ് ഫാമിലിയായിട്ട് വന്ന സുധീഷിനെ നമ്മൾ കമൻറ്റ് പറയുമ്പോഴല്ല സുധീഷിന് ശ്രദ്ധ
കൊച്ചിരി ബഹളമുണ്ട്. അതാണ് ഞാൻ നോക്കുമ്പോഴൊക്കെ സുധീഷ് ഇടയ്ക്ക് ഇങ്ങോട്ട് നോക്കുന്നു. സൈഡിലേക്ക് ഇങ്ങനെ നോക്കുന്നത്. അപ്പൊ ഞാൻ വെച്ചിട്ട് ഇവൻ നമ്മളെ പറഞ്ഞ അഭിപ്രായം ഇഷ്ടപ്പെടാതിട്ടാണ്. അപ്പൊ ഫാമിലി വന്നു. പിന്നെ എന്നാ വിളിക്കവരെ. പിന്നെ. സുധീഷിന്റെ ഫാമിലിയെ നല്ലൊരു കൈയടി കൊടുത്ത് നമുക്ക് സ്റ്റേജിലേക്ക് വിളിക്കാം. സ്വാഗതം ചെയ്യാം. ഫാമിലി വന്നിരിക്കുകയാണ് ഫൈനലി അല്ലേ? അവർക്ക് നല്ലൊരു കൈയടി കൊടുത്ത് നമുക്ക് അവരെ സ്വാഗതം ചെയ്യാം. ആരൊക്കെയാണ് എന്തൊക്കെയാണെന്ന് ഞങ്ങൾക്കൊന്ന് അറിയണം. ആ ഓക്കെ, അതെന്നാ അത് അറിഞ്ഞിട്ട് ആരൊക്കെയാന്ന് പറഞ്ഞേ. ഇത് വൈഫ്. ആ വൈഫിന്റെ പേര് അനു. അനു എന്താ ചെയ്യുന്നു മോളെ? വർക്ക് ചെയ്യുന്നുണ്ടോ അതോ ഹൗസ് വൈഫാണോ? ഇവനെ മേയിച്ചോണ്ട് ഇവന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നു, ഇവനെ കൺട്രോൾ ചെയ്യുന്നു. അല്ല, ഈ പോത്തിനെ കുറിച്ച് എന്താ? അവന് മൈക്ക് കൊടുക്ക്. പാടാ, പറഞ്ഞോ. ഒരു പാട്ട് പാടി. ആ പറഞ്ഞോ, ഒന്നും നോക്കണം, പറയട്ടാ. ആ ട്രൈ പോന്ന് കാണിച്ചു. അതറിയട്ടത്. എടാ നീ കൊറേ ദിവസമായിട്ട് വീട്ടിൽ മൈക്കിരിപ്പുണ്ട്. അപ്പൊ അതെടുത്ത് എന്നും ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കും രാവിലെ തൊട്ട് വൈകിട്ട് വരെ. ഇത് തന്നെ സുധീഷിനെ കുറിച്ച് ഇവിടുത്തെ പ്രൊഡ്യൂസർ ഡയറക്ടർ അർജുൻ പറയുന്നത്. ഒരു രക്ഷയില്ല, കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്ന്. അല്ല, ഈ പോത്തിന്റെ എപ്പിസോഡ് എങ്ങനെ ഉണ്ടായിരുന്നു മോനെ? കണ്ടിട്ട് നേരിട്ടിരുന്ന് കാണുമല്ലേ? നല്ലായിരുന്നു. നന്നായി. ഭയങ്കര പേടിയായിരുന്നു. എന്നിട്ട് പറയണേ വന്നിട്ട് ഞാനങ്ങ് പൊക്കോട്ടാന്ന് ചോദിച്ചു. ഇവിടെ വരെ കുറച്ചു മുമ്പും ചോദിച്ചു ഞാനങ്ങ് പോട്ടെ, എനിക്ക് വയ്യ കേറാനെന്ന്. അനു അഭിപ്രായം പറഞ്ഞു. അനുവിന് എങ്ങനെ തോന്നി? നല്ലായിരുന്നു. ആ ഞാൻ ചിരിച്ചപ്പോ കണ്ണീന്ന് വെള്ളം വരെ. ആണോ? എന്തിന്റെ പേരില്? സുധീഷിന്റെ തമാശകളല്ലേ? ഏട്ടൻ പറയുന്ന ഒരേ കൗണ്ടർ കേൾക്കുമ്പോ ചിരി വരും. നമുക്ക് ചിരി വരും തീർച്ചയായും. അങ്ങനെ വേണം. ഭാഗ്യം ചെയ്തൊരു ഭർത്താവാടാ നീ. എന്തെന്നാ നമ്മളൊക്കെ എന്ത് കൗണ്ടർ പറഞ്ഞിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ ഓളമ്മ ചിരിക്കുകയില്ലല്ലോ. അതെ അതെ അതെ. ഇത് ഒരു സെയിം കോസ്റ്റ്യൂം ഇട്ട ഇത് എന്റെ നാത്തൂൻ. ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ. ഇങ്ങനെ നാത്തൂൻ ഇങ്ങനെ സെയിം കോസ്റ്റ്യൂമിൽ വരുന്നത്. പറഞ്ഞോ, നാത്തൂന്റെ പേര് പറ. എന്റെ പേര് ആശ. ആശ എന്ത് ചെയ്യുന്നു? ഞാൻ ഹോസ്പിറ്റൽ അഡ്മിൻ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുക. എവിടെയാണ്? ഓൺലൈനായിട്ട് ചെയ്യും. ഓൺലൈനായിട്ട് ചെയ്യാണ്. നടുക്ക് നിൽക്കുന്നത് വൈഫിന്റെ ഓക്കെ, വൈഫിന്റെ അമ്മ. എന്താ അമ്മയുടെ പേരെന്താണ്? ബിന്ദു. എവിടെയാണ് വീട്? എവിടെയാണ് നിങ്ങളുടെ? ഞങ്ങളുടെ ചെട്ടോളങ്ങര ആണല്ലേ? ഓക്കെ. നമ്മുടെ ഷോയൊക്കെ കാണാറുണ്ടോന്ന് അറിയാം. ഇഷ്ടമാണല്ലോ. എന്താണ് സുധീഷിനെ കുറിച്ചുള്ള അഭിപ്രായം? എങ്ങനെയുണ്ട് വീട്ടിലും? ഒരുപാട് അഭിമാനവും ദോഷവും മോനെ പറ്റി. അടിപൊളി അടിപൊളി. നമുക്കവിടെ റിയൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ആവശ്യമേ. അതെ അതെ തന്നെയാണ്. സുധീഷിനെ ഞങ്ങൾക്കും വളരെ പേഴ്സണലായിട്ട് ഇഷ്ടമുള്ള ഒരാളാണ്. അത് കുറേ നാളുകളായിട്ട് നമുക്ക് പേഴ്സണലി അറിയാം. സുധീഷ് എന്താണ് വളരെയധികം ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. അത് നിങ്ങൾ വന്നുകൊണ്ട് പറയുന്നതല്ല, നമ്മൾ ഇതിന് മുൻപും പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പക്ഷേ നിങ്ങളുടെ മുന്നിൽ വെച്ച് നമ്മളത് പറയുമ്പം നിങ്ങൾക്ക് സന്തോഷമാകുമെന്നറിയാം. അതുകൊണ്ട് തന്നെ പറയാണ്, ഇവിടെയുള്ള കുറേ പേരുണ്ട് നമുക്ക് പേഴ്സണലി ഇഷ്ടമുള്ള, അല്ലെങ്കിൽ നമുക്ക് വളരെയധികം പ്രതീക്ഷയുള്ള, ഈ വേദിയിൽ നിന്ന് ഒരുപാടൊക്കെ മുകളിലേക്ക് പോവും എന്ന് നമ്മൾ വിചാരിച്ചിരിക്കുന്ന കുറേ ആളുകളുണ്ട്, കുറേ അധികം ആളുകളുണ്ട്. ഒരാളാണ് തീർച്ചയായിട്ടും സുധീഷ്. അപ്പോൾ എന്തായാലും നന്നായിട്ട് പ്രാർത്ഥിക്കുക, ഗംഭീരമാക്കുക കേട്ടോ. അനുവിനോടും കൂടിയാണ്. അനു തരുന്ന എല്ലാ സപ്പോർട്ടിനും, അവന് കൊടുക്കുന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് താങ്ക്സ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഇടയ്ക്കൊക്കെ ഇനിയും വരണം. ഓക്കെ. അല്ലടാ, ഒരാളെ ഉള്ളോ മക്കള്? ഒരാളേ ഉള്ളൂ. ഒരാളേ ഉള്ളൂ. നേരത്തെ ജയ്ന്നാണ് കുഞ്ഞിന്റെ പേര്. ഉജ്ജയ് കുഞ്ഞിന്റെ പേര്. ഉജ്ജയ് മോനെ ഇങ്ങോട്ട് നോക്കിയാ. അവൻ ആ മൈക്കാണ് ഇപ്പൊ വേണ്ടത്, അതിലാണ് അവന്റെ കോൺസെൻട്രേഷൻ. അപ്പൊ എന്തായാലും സന്തോഷം. നമുക്ക് മാർക്സിലോട്ട് പോകാലോ. ഓക്കെ, പ്രചോദനം തന്നെ കൊടുത്തോളൂ. ഞാൻ 15,000 മാർക്ക്. 15 മാർക്ക് 15,000 രൂപ പ്രചോദനം തന്നിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്കൊരു 10,000 രൂപ തരുന്നു. അപ്പോൾ മൊത്തം ഇപ്പം 25,000 ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കി തരേണ്ടത് നസീർ ചാച്ചനാണ്. ബാക്കി എന്തായാലും ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോൾ നമ്മൾ അതിന്റെ മര്യാദ കാണിച്ചില്ലെങ്കിൽ അല്ലല്ല, ഇവിടെ ആക്ച്വലി ഫാമിലി ആയിട്ട് വരുമ്പോൾ അങ്ങനെ മാർക്സിൽ മര്യാദ കാണിക്കാറില്ല. ഇന്ന് നമ്മൾ മര്യാദ കാണിച്ചേ പറ്റുള്ളൂ. അല്ല, അങ്ങനെ ഫാമിലിക്കുള്ള മാർക്സ് അല്ല, ഇത് ഇവരുടെ പെർഫോമൻസ് അല്ല. തന്നെയല്ല, വൈഫും നാത്തൂനും ആദ്യമായിട്ട് ഒരേ ഡ്രസ് കോഡ് വരിക കാണിച്ചിരിക്കും. ഒരു ഫാമിലിയിൽ ഇതുവരെ വൈഫും നാത്തൂനും ഒരു കോസ്റ്റ്യൂമിൽ വന്ന് ഞങ്ങൾ കണ്ടിട്ടില്ല. പക്ഷെ ഈ മാർക്ക് ഇവർക്ക് 3 പേർക്കും ഉള്ളതാ കേട്ടോ. അത്രേ ഉള്ളൂ. കിടക്കുന്നു. നല്ലൊരു മാർക്സ് തന്നെയാണ്. അവന് ഹാപ്പിയായി, ഉജ്ജയനും ഹാപ്പി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനിയും ഒരുപാട് നല്ല കാര്യങ്ങൾ, ഒരുപാട് വിജയങ്ങൾ, സന്തോഷങ്ങൾ, നന്മകളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വരട്ടെ. 3 പേരുടെ ഈ പറഞ്ഞ പോലെ, ബിജുവിൻ്റെ ആണെങ്കിലും ദീപ്തിയുടെ ആണെങ്കിലും
സുധീഷിൻ്റെ ഒക്കെ ആണെങ്കിലും ഫാമിലിയിൽ വരട്ടെ. ഇന്ന് കണ്ടതിൽ ഒരുപാട് സന്തോഷം ബിന്ദു മാം, അതുപോലെ തന്നെ നാത്തൂനും അനുവിനും ഒക്കെ ഒരുപാട് സന്തോഷം കേട്ടോ. അപ്പോൾ ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്. നല്ലൊരു കൈ കൊടുക്കാം. സുധീഷ്, ബിജു വർഗീസ് ആൻഡ് ദീപ്തി, താങ്ക് യു സോ മച്ച്. അപ്പൊ പ്രചോദേ, നസീർക്ക, ഇന്നത്തെ നമ്മുടെ സമയം കഴിഞ്ഞു. ഇനി ബാക്കി നാളെ. ഓക്കെ അല്ലേ? പത്തനംതിട്ട ടീം ഓക്കെ അല്ലേ? അപ്പോ ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.